പണ്ടത്തെ കണക്കല്ല പ്രേക്ഷകർ. ഒരു മോഹൻലാൽ സിനിമയെ നോക്കിക്കാണുന്ന പ്രേക്ഷകരുടെ ഒരു രീതി തന്നെ മാറിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എന്ന് തോന്നിയിട്ടുണ്ട്. ഈ അടുത്ത കാലം എന്ന് പറയേണ്ട, കുറച്ചു നാളായി തന്നെ മോഹൻലാൽ ചിത്രങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആരാധകരും സിനിമാ പ്രേമികളും ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം മോഹൻലാലിന്റെ കേപ്പബിലിറ്റി എന്താണെന്ന് പ്രേക്ഷകർക്കറിയാം. അതിന് മികച്ച സിനിമകൾ വന്നാൽ അദ്ദേഹം എത്രമാത്രം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമെന്നും പ്രേക്ഷകർക്കറിയാം. നല്ല ചിത്രങ്ങൾ എത്തുന്നില്ല എന്ന പരാതിയാണ് പല പ്രേക്ഷകരും കാണിച്ചു തന്നത്. കൂടാതെ ഒരു സിനിമ ഒരുങ്ങുമ്പോൾ അതിൽ മികച്ച ആൾക്കാർ വേണമെന്നുള്ള നിർബന്ധവും പ്രേക്ഷകർ പറയാറുമുണ്ട്. ആരാധകർ ഓരോ ആൾക്കാരുടെയും പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇന്നയാൾ മോഹൻലാലിനൊപ്പം വന്നാൽ എന്തായിരിക്കും ഇൻഡസ്ട്രിക്ക് സംഭവിക്കുക എന്ന കാര്യങ്ങൾ പലപ്പോഴും ചർച്ചകളിൽ വരാറുള്ള കാര്യങ്ങളാണ്. ഒരു സിനിമ പ്രഖ്യാപിച്ചാൽ അതിൽ ഏറ്റവും മികച്ച ക്രൂ വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ അടുത്തിടെ കണ്ടത് തുടരും എന്ന ചിത്രത്തിലായിരുന്നു. മികച്ച ക്രൂ ആണ് ആ ചിത്രത്തിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു പരാതിയും പ്രേക്ഷകർക്കില്ലായിരുന്നു. മികച്ച റിസൾട്ട് തന്നെ ആ ചിത്രത്തിന് കിട്ടി. ഇപ്പോഴിതാ മറ്റൊരു ചിത്രം കൂടി മോഹൻലാലിന്റെ മികച്ച ഒരു ക്രൂ എത്താൻ പോകുന്ന സിനിമയെക്കുറിച്ച് നമ്മുടെ മുന്നിലേക്ക് കൂടുതൽ റിപ്പോർട്ടുകൾ വരികയാണ്. പുതിയ ആൾക്കാർ മോഹൻലാലുമായി ചേരുമ്പോഴാണ് ആ മികച്ച കോമ്പിനേഷനുകളൊക്കെ ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ വരുന്നത് L365 എന്ന ചിത്രത്തെക്കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ നൽകുമ്പോൾ വെറുതെ തട്ടിക്കൂട്ടിയ പടങ്ങളൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. അത് അവർക്ക് തന്നെ അറിയാം. തട്ടിക്കൂട്ട് പടങ്ങൾ എടുത്താൽ വലിച്ചു കീറുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മികച്ച ക്രൂവിനെ കൊണ്ടുവന്ന് മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മികച്ച സിനിമ തന്നെ ഒരുക്കാൻ അവർ ഒരുങ്ങുന്നത്. വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റുകളോടെ തിളങ്ങി നിൽക്കുകയാണ് മോഹൻലാൽ. ആരാധകരെ ആവേശത്തിലാക്കി ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന മോഹൻലാൽ സിനിമയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ വീണ്ടും പോലീസ് വേഷത്തിൽ എത്തുന്ന സിനിമയ്ക്ക് താൽക്കാലികമായി L365 എന്നാണ് പേരിട്ടിരിക്കുന്നത്. പോലീസ് വേഷത്തിൽ മോഹൻലാലിന്റെ അഴിഞ്ഞാട്ടമായിരിക്കും സിനിമയെന്ന് പറയുകയാണ് ആഷിഖ് ഉസ്മാൻ. തുടരുമെന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ഈ ചിത്രത്തിലും ചില ഗംഭീര കോമ്പിനേഷനുകൾ ഉണ്ടാകാൻ പോകുന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. മോഹൻലാൽ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും. അടുത്ത വർഷം വിഷുവിനായിരിക്കും സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നത്. അതൊരു വെക്കേഷൻ സമയത്ത് ഫാമിലിയൊക്കെയായി ആളുകൾ തിയേറ്ററിലേക്ക് ഇറങ്ങുമ്പോൾ റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. ഒരു വലിയ സിനിമ തന്നെയാണ് അത്. ലാലേട്ടൻ കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു പോലീസ് ഓഫീസറായി അഭിനയിക്കുന്ന സിനിമയാണ് L365. ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ ഫോർമാറ്റിലുള്ള ഒരു കംപ്ലീറ്റ് ലാലേട്ടൻ പടമായിരിക്കും അത്. ഇതുകൂടാതെ ഈ ചിത്രത്തിൽ ജേക്സ് വിജയാണ് സിനിമയ്ക്കായി മ്യൂസിക് ഒരുക്കുന്നത് എന്നുകൂടി ആഷിഖ് ഉസ്മാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. തുടരുമെന്ന ചിത്രത്തിൽ ജേക്സ് വിജയുടെ മ്യൂസിക് അത്രമേൽ വലിയ പ്രശംസയാണ് പ്രേക്ഷകരിൽ നിന്നും ഏറ്റുവാങ്ങിയത്. ലൂസിഫർ എന്ന ചിത്രത്തിലെ BGMന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ജേക്സ് വിജോയ് ആ ചിത്രത്തിൽ എത്തിയിരുന്നെങ്കിൽ എന്നുവരെ പ്രേക്ഷകർ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. കൂടാതെ ജേക്സ് വിജയുടെ മ്യൂസിക് ഒക്കെ എമ്പുരാനിൽ കയറ്റി മിക്സ് ചെയ്ത് ഒരു റീവർക്കൊക്കെ നടത്തി കൊണ്ടുവന്നപ്പോൾ അത് മികച്ചതായിരുന്നു എന്ന് വരെ പറഞ്ഞ പ്രേക്ഷകരുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോഴാണ് ജേക്സ് വിജോയെ വീണ്ടും മോഹൻലാൽ പടത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഒരു കംപ്ലീറ്റ് മോഹൻലാൽ ഷോ ജേക്സ് വിജോയ് മ്യൂസിക്കിൽ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് പറയാൻ കാരണം ആഷിഖ് ഉസ്മാൻ പറയുന്നുണ്ട് ഇതൊരു കംപ്ലീറ്റ് മോഹൻലാൽ പടമായിരിക്കും എന്നത്. നടൻ കൂടിയായ ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ് L365 സിനിമയുടെ സംവിധായകൻ. രചന നിർവഹിക്കുന്നത് രതീഷ് രവിയാണ്. എമ്പുരാൻ തുടരും എന്നീ സിനിമകൾക്ക് ശേഷം സത്യനന്ദിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവ്വമാണ് മോഹൻലാലിന്റേതായി റിലീസിന് ഒരുങ്ങുന്ന പുതിയ ചിത്രം. ദൃശ്യം 3, അനൂപ് മേനോൻ ചിത്രം, മമ്മൂട്ടിക്കൊപ്പമുള്ള മഹേഷ് നാരായണൻ ചിത്രം തുടങ്ങിയ സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എന്തായാലും തുടരും എന്ന ചിത്രത്തിന്റെ വിജയം ആവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മോഹൻലാലും അതുപോലെ തന്നെ ആരാധകരും. ഹൃദയപൂർവ്വത്തിന് ശേഷം ദൃശ്യം 3 വരും. അതിനുശേഷം L365 മോഹൻലാൽ കടക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ വരുമ്പോൾ എല്ലാത്തിലും മികച്ച ക്രൂ വേണം എന്ന നിർബന്ധം പിടിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് മികച്ച ക്രൂവുമായി L365 വരുന്നത്. തുടരും തന്ന ഒരു വിജയമുണ്ട്. ആ ആഘോഷം നിർത്താതെ ഇനി തുടരണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആഗ്രഹവും. അതുപോലെ തന്നെ തുടരുമെന്ന ചിത്രം ഹിറ്റായതിനു ശേഷം തരുൺമൂർത്തി എന്ന സംവിധായകനെ ഉറ്റുനോക്കിയാണ് ഓരോ പ്രേക്ഷകരും. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകരല്ല. തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന അടുത്ത ചിത്രമാണ് ടോർപിഡോ. ഫഹദ് ഫാസിൽ, നെസ്ലൻ, ഗണപതി, അർജുൻ ദാസ് എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് ഫഹദ് ഫാസിൽ ക്യാമിയോ റോളായിരിക്കും എത്തുക എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ വ്യക്തത വരുത്തുകയാണ് നിർമ്മാതാവ്. ഫഹദ് സിനിമയിലെ 3 നായകന്മാരിൽ ഒരാളാണെന്ന് ആഷിഖ് പറഞ്ഞിരിക്കുകയാണ്. ബിനു പപ്പു ആണ് സിനിമയുടെ തിരക്കഥ എഴുതുന്നത്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണ്. ജനുവരി 10 ഷൂട്ട് തുടങ്ങാനാണ് പ്ലാൻ. ബാംഗ്ലൂരു ആണ് സിനിമയുടെ കഥ മുഴുവൻ നടക്കുന്നത്. ഏകദേശം 100 ദിവസത്തോളം ഷൂട്ട് വേണ്ടിവരുന്ന സിനിമയാണത്. ഒരു വലിയ സിനിമയാണത്. ത്രില്ലർ ജോണറിലാണ് ടോർപിഡോ ഒരുങ്ങുന്നത്. ആക്ഷനും ഉണ്ടാകും. ഫഹദ് എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണെന്ന് ആരാണ് പറഞ്ഞതെന്ന് അറിയില്ല. അദ്ദേഹം ഈ സിനിമയിലെ 3 നായകന്മാരിൽ ഒരാളാണ്. ആഷിഖ് ഉസ്മാന്റെ വാക്കുകൾ ഇതായിരുന്നു. ആഷിഖ് ഉസ്മാന്റെ വരാൻ പോകുന്ന സിനിമകളാണ് ഇതൊക്കെ.